ഇപ്പോൾ കിട്ടിയത് പത്തനംതിട്ട മൈലപ്രയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനോയ്, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അറ്റ്ലീസ്റ്റ് അത് ഒരാഴ്ച മുമ്പാണ് മൈലപ്ര സ്വദേശിയായ വ്യാപാരിയെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ വായിൽ തുണി തിരിക്കുന്ന നിലയിലും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആണ് 3 പേരെ തെങ്കാശിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 2 പേർ തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം, മുരുകൻ എന്നിവരാണ്. ഒരാൾ പത്തനംതിട്ട സ്വദേശിയുമാണ്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിന്റെ അന്വേഷണം ചുമതല ഏറ്റെടുത്തിരുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അതിൽ നിന്നും ഈ പത്തനംതിട്ട സ്വദേശിയും തെങ്കാശി സ്വദേശികളുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. ഇതേ തുടർന്നാണ് ഷാഡോ സംഘം ഉൾപ്പെടെയുള്ള പോലീസുകാർ ഇന്നലെ തെങ്കാശിയിലെത്തുകയും അവിടെ നിന്ന് ഈ ബാലസുബ്രഹ്മണ്യനെയും മുരുകനെയും ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. മൂന്നാമത്തെ ആളാണ് ഈ വ്യാപാരിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ മൈലപ്ര സ്വദേശിയായ ജോർജ് ഉണ്ണിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ മോഷണ സംഘത്തിന് നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 2 പേരെ കൂടി ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്.